ഹായ് ഹലോ നമസ്കാരം. എൻ്റെ കുഞ്ഞിലെ കൊച്ചായിരുന്ന സമയത്തിന് എൻ്റെ അമ്മ പറയുമായിരുന്നു ഞാൻ കൈ കിട്ടുന്ന മൊത്തം എടുത്ത് വിഴുങ്ങുന്നു. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്, എങ്ങും എന്നെ പിടിച്ചിരുത്തത്തില്ല, കൈ കിട്ടുന്ന പറക്കി വിഴുങ്ങുമെന്നും പറഞ്ഞ് അന്നേ ഞാൻ ഈ ഫുഡ് ആ ഒരു സ്വഭാവമാണ്. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു, അന്തം വിട്ട് കൊന്തം വിഴുങ്ങി ചത്തു കുത്തി ഇരുന്നു പോയി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. മോൾക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞു, അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ്. എനിക്ക് കഴിച്ചുകൂടാ എന്ന് വെച്ചാൽ ഫാറ്റി ലിവറില്ലേ, അത് വരാൻ കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഫാറ്റി ലിവർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്നാലും ഞാൻ ഇച്ചിരിയൊക്കെ അവിടെ നിന്ന് കട്ടെടുത്ത് കഴിക്കും. നമ്മൾ ചെറുതായിട്ട് അങ്ങനെ ന്യൂ ഇയർ അല്ലേ, അപ്പം ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്നെ സംബന്ധിച്ച് ഈ 2023 എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് 2023 എൻ്റെ ലൈഫിൽ ടേണിംഗ് പോയിൻ്റാണ്. വിചാരിച്ചിരിക്കാതെ പല പല കാര്യങ്ങളും നേടാൻ പറ്റിയ ഒരു വർഷമായിരുന്നു. ഒരുപാട് സന്തോഷം. 2024 അതിലും പൊളിക്കൂ എന്നാണ് ജ്യോത്സ്യം പറഞ്ഞേക്കുന്നത്. ഇതുവരെയും ജ്യോത്സ്യം പറഞ്ഞ ഒരു കാര്യവും തെറ്റിയിട്ടില്ല. ഭയങ്കര എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. എൻ്റെ നാളെങ്ങനെയാണ്, ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ വെച്ചടി കയറ്റുക. നമ്മൾ തൊടുന്നതെല്ലാം പൊന്നാക്കൂന്ന് പറയത്തില്ലേ, അതുപോലെ അങ്ങനത്തെ അനുഭവങ്ങളാണ്. ദൈവത്തിൻ്റെ കാരുണ്യം. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 ഫ്രണ്ട്സൊക്കെ മരിച്ചുപോയി. 2023 വിഷമം എന്താണെന്ന് വെച്ചാൽ 2-3 ഫ്രണ്ട്സ് നഷ്ടപ്പെട്ടു പോയി. അല്ലാതെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല കാര്യങ്ങളാണ്. അത് മാത്രം ഒരു ദുഃഖമായിട്ട് അവരെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഭയങ്കര ഒരു മുതൽക്കൂട്ടാണ്. നമുക്കെല്ലാം തുറന്ന് പറയാം, അത് വലിയൊരു കാര്യമാണ്. എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മുടെ സ്വരം ഒന്ന് മാറി അവർ തിരിച്ചറിയും എന്ത് പറ്റി എന്നവർ ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ നമുക്ക് അത്രയും അടുത്ത് നിന്നവരില്ലെന്ന് ഓർക്കുമ്പോഴേ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ കൊല്ലത്ത്, ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് കുക്കിംഗ് പ്രോഗ്രാമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കൊരു റെസിപ്പി അയച്ചു തന്നെ. അപ്പം മലേഷ്യൻ ചിക്കൻ എന്തോ അതിൻ്റെ വിട്ടുപോയത്. അപ്പം ആ ഒരു റെസിപ്പി അയച്ചു തന്നു. അപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ ആ പുള്ളിക്കാരന് വൈഫുമായിട്ട് ഡിവോഴ്സായി. പക്ഷേ വൈഫ് മക്കളെ കാണിക്കത്തില്ല. കോടതി ഓർഡർ ഉണ്ടായിട്ടും മക്കളെ കാണിക്കത്തില്ല. അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറയുമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് ഞാനപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനൊക്കെ സംസാരിച്ചിട്ട് അവരൊരു വിധത്തിൽ മക്കളെ കാണിക്കത്തില്ല. പുള്ളിക്കാണെങ്കിൽ ജീവനാണ് മക്കളെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഫോണെടുത്ത് പറയണം തോന്നിച്ചത്തോളം. ഞാൻ തലേന്ന് വേണ്ടിയിട്ടില്ലേ, ഞാൻ ഫോൺ ചെന്ന് എടുത്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ. അപ്പോൾ എനിക്കിങ്ങനത്തെ ഒരു വെറൈറ്റി റെസിപ്പി അയച്ചിരിക്കണം. പക്ഷേ ഇന്ന് വരെ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് വിഷമമാണ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു വിഷമം. ഞാൻ എല്ലാ ന്യൂ ഇയർ ആകുമ്പോഴും ഓർക്കും. അതൊക്കെ മാറ്റി വെച്ചാൽ പിന്നെ ലൈഫിൽ എല്ലാം സന്തോഷകരമായ അനുഭവങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.
റോഡിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇപ്പം, മനസ്സിലായില്ലേ? ഒരു കുറ്റി ഗ്യാസ് തീർന്നാലും പരിപ്പ് വേവൂല മോനെ, മനസ്സിലായിക്കോ? നിനക്ക് എന്നെ അറിഞ്ഞൂടാ ഞാനായിരുന്നു. നീ എൻ്റെ അടുത്ത് കളിക്കല്ലേ, എൻ്റെ അമ്മച്ചീരെ വീട്ടിൽ പോയി കളിച്ചോണം. ഇതെന്റെ ചങ്കല കൂട്ടുകാർക്ക് വേണ്ടിയല്ല, ഇത് എന്നെ ആവശ്യമില്ല പറഞ്ഞ ഒരു ഫ്രോഡിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇപ്പം, മനസ്സിലായില്ലേ? ഒരു കുറ്റി ഗ്യാസ് തീർന്നാലും പരിപ്പ് വേവൂല മോനെ, മനസ്സിലായിക്കോ? നിനക്ക് എന്നെ അറിഞ്ഞൂടാ ഞാനായിരുന്നു. നീ എൻ്റെ അടുത്ത് കളിക്കല്ലേ, എൻ്റെ അമ്മച്ചീരെ വീട്ടിൽ പോയി കളിച്ചോണം. ഇങ്ങോട്ട് നോക്കും. കൊള്ളാവോ? കൊള്ളാവോ? പാഴ്സൽ നഹി, പാഴ്സൽ നഹി. ഇവിടുന്ന് കഴിച്ചിട്ട് പോകണം. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാം. നമ്മളെ വീട്ടിൽ വെച്ചാൽ മാസ്ക് തുടങ്ങിയില്ലേ? തുടങ്ങിയില്ലേ? അക്കാഡമി നടത്തുന്ന ഡാൻസ് കോമ്പറ്റീഷൻ മത്സരത്തിൽ വിന്നറായ ദേവി മോൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടട്ടെ എന്ന് ആൻറ്റി പ്രാർത്ഥിക്കുന്നു. അടിപൊളി ഒരു നർത്തകിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു.
ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.